പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠഭാഗത്തിലെ പ്രധാന ഉള്ളടക്കമായ ദ ഡോർവേ എന്ന യൂണിറ്റാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ യൂണിറ്റിലെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരു കായിക വാർത്താ റിപ്പോർട്ടും റസ്കിൻ ബോണ്ടിന്റെ മനോഹരമായ ഒരു കഥയും. ഈ യൂണിറ്റിന്റെ ആദ്യ ഭാഗം ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീം നേടിയ ചരിത്ര വിജയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വാർത്താ റിപ്പോർട്ടാണ്. ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ആധിപത്യപരമായ പ്രകടനമാണ് നടത്തിയത്. ഇന്ത്യൻ ബൗളിംഗ് പ്രകടനത്തിന്റെ മികവിൽ ഇംഗ്ലണ്ടിനെ വെറും 68 റൺസിന് പുറത്താക്കാൻ സാധിച്ചു. തുടർന്ന് വെറും 14 ഓവറിൽ 7 വിക്കറ്റ് ബാക്കി നിൽക്കെ ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയും ആദ്യ ലോകകപ്പ് കിരീടം നേടുകയും ചെയ്തു. ഒരു മത്സരം ജയിക്കാൻ നേതൃത്വം, കൂട്ടായ പ്രവർത്തനം, ആത്മവിശ്വാസം, കായിക മനോഭാവം എന്നിവയിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യമെന്നൊരു ചോദ്യം ഈ ഭാഗം മുന്നോട്ടുവയ്ക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരമെന്ന് നമുക്ക് കഥ വായിച്ച ശേഷം ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ഭാഗം പ്രശസ്ത എഴുത്തുകാരനായ റസ്കിൻ ബോണ്ടിന്റെ രഞ്ജിയുടെ മാന്ത്രിക ബാറ്റ് എന്ന കഥയാണ്. ക്രിക്കറ്റിനെ സ്വന്തം ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു യുവ കളിക്കാരനാണ് രഞ്ജി. ഒരു നിർണായക മത്സരത്തിൽ അവന്റെ ടീമിന് വിജയിക്കാൻ 60 റൺസ് കൂടി ആവശ്യമുള്ളപ്പോൾ ബാറ്റിംഗ് നിരയിലെ അവസാനത്തെ നല്ല കളിക്കാരനായ രംഗി പെട്ടെന്ന് LBW ആയി പുറത്താകുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. മത്സരം തോറ്റതിൽ നിരാശനായ രംഗി തലകുനിച്ച് പവലിയനിലേക്ക് നടന്നു. സങ്കടത്തോടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മുൻ സംസ്ഥാന കളിക്കാരനും സ്പോർട്സ് ഷോപ്പ് ഉടമയുമായ മിസ്റ്റർ കുമാറിനെ അവൻ കണ്ടുമുട്ടി. തന്റെ മോശം പ്രകടനത്തെക്കുറിച്ചുള്ള രംഗിയുടെ ദുഃഖം മനസ്സിലാക്കിയ മിസ്റ്റർ കുമാർ അവനെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം രംഗിയെ തന്റെ കടയുടെ പിന്നിലെ രഹസ്യ അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു പഴയ ബാറ്റ് അവന് നൽകി. ഇത് വെറുമൊരു ബാറ്റല്ല, ഇതിന് മാന്ത്രിക ശക്തിയുണ്ട്. ഈ ബാറ്റ് ഉപയോഗിച്ചാണ് ഞാൻ എന്റെ കരിയറിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയത്. ഇത് നീ എടുത്തോളൂ എന്ന് അദ്ദേഹം അവനോട് പറഞ്ഞു. ഈ മാന്ത്രിക ബാറ്റ് കിട്ടിയതോടെ രഞ്ജിയുടെ മനസ്സിൽ വലിയ ആത്മവിശ്വാസം നിറഞ്ഞു. അടുത്ത മത്സരങ്ങളിൽ അവൻ അവിശ്വസനീയമായ വിധം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തിരികെ ബസ് യാത്ര ചെയ്യുന്നതിനിടയിൽ ആ ബാറ്റ് അവന് നഷ്ടപ്പെട്ടുപോയി. മാന്ത്രിക ബാറ്റ് പോയതിൽ ദുഃഖിതനായി തന്റെ പ്രകടനം മോശമാകുമെന്ന് ഭയന്ന് അവൻ വീണ്ടും മിസ്റ്റർ കുമാറിനെ ചെന്നു കണ്ടു. മോശം പ്രകടനത്തെക്കുറിച്ചുള്ള രംഗിയുടെ ദുഃഖം മനസ്സിലാക്കിയ മിസ്റ്റർ കുമാർ അവനെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം രംഗിയെ തന്റെ കടയുടെ പിന്നിലെ രഹസ്യ അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു പഴയ ബാറ്റ് അവന് നൽകി. ഇത് വെറുമൊരു ബാറ്റല്ല, ഇതിന് മാന്ത്രിക ശക്തിയുണ്ട്. ഈ ബാറ്റ് ഉപയോഗിച്ചാണ് ഞാൻ എന്റെ കരിയറിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയത്. ഇത് നീ എടുത്തോളൂ എന്ന് അദ്ദേഹം അവനോട് പറഞ്ഞു. ഈ മാന്ത്രിക ബാറ്റ് കിട്ടിയതോടെ രഞ്ജിയുടെ മനസ്സിൽ വലിയ ആത്മവിശ്വാസം നിറഞ്ഞു. അടുത്ത മത്സരങ്ങളിൽ അവൻ അവിശ്വസനീയമായ വിധം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. മാന്ത്രിക ബാറ്റ് പോയതിൽ ദുഃഖിതനായി തന്റെ പ്രകടനം മോശമാകുമെന്ന് ഭയന്ന് അവൻ വീണ്ടും മിസ്റ്റർ കുമാറിനെ ചെന്നുകണ്ടു. രംഗിയുടെ സങ്കടം കണ്ടപ്പോൾ മിസ്റ്റർ കുമാർ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ രംഗി, ആ ബാറ്റിന് ഒരു മാന്ത്രികതയും ഉണ്ടായിരുന്നില്ല. അത് നിന്റെ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു. നിന്റെ ഉള്ളിലെ കഴിവാണ് യഥാർത്ഥ മാന്ത്രികം. ഈ വാക്കുകളിൽ നിന്ന് രംഗി വലിയൊരു പാഠം പഠിച്ചു. തുടർന്ന് മറ്റൊരു ബാറ്റ് ഉപയോഗിച്ച് കളിച്ചപ്പോഴും അവൻ മികച്ച പ്രകടനം തുടർന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു കളി ജയിക്കാൻ ഏറ്റവും പ്രധാനം ആത്മവിശ്വാസം തന്നെയാണ്. ഈ മനോഹരമായ കഥ നമുക്ക് സമ്മാനിച്ച റസ്കിൻ ബോണ്ട് ഒരു ബ്രിട്ടീഷ് വംശജനാണെങ്കിലും തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് ഇന്ത്യയിലെ മസൂരിയിലാണ്. 1934 മെയ് 19 കസൂലിയിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയിലെ മലയോര ഗ്രാമങ്ങളിലെ പ്രകൃതി, സാധാരണക്കാരുടെ ജീവിതം, ബാല്യകാല അനുഭവങ്ങൾ എന്നിവയെല്ലാം തന്റെ കഥകളിലൂടെ ലളിതമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നതിൽ പ്രശസ്തനാണ്. ദ റൂം ഓൺ ദ റൂഫ്, ദ ബ്ലൂ അംബ്രല്ല തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്ക് 1999 പത്മശ്രീയും 2014 പത്മഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. രഞ്ജിയുടെ ഈ കഥയിലൂടെ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യം നമ്മുടെ സ്വന്തം കഴിവിലും
പരിശ്രമത്തിലുമുള്ള ആത്മവിശ്വാസമാണെന്ന വലിയ പാഠം അദ്ദേഹം നമുക്ക് നൽകുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.